ജോസഫ് ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ബേസിക്കായി നമുക്കറിയാം ഇപ്പോൾ പോലീസിങ് അറിയാത്ത ഏത് സാധാരണക്കാരനും അറിയാവുന്നതാണ് ഈ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന സംഗതി. അവിടെ എന്താണ് ഇയാൾ ചാടിപ്പോയി എന്ന് പറയുന്ന ആ വാതിലിൽ അല്ലെങ്കിൽ ആ അലമാരിയിൽ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ ഫിംഗർ പ്രിന്റ് ശേഖരിക്കാത്തതിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ന്യായം ഏതോ വിരലടയാള വിദഗ്ധനോട് ചോദിച്ചു. അപ്പോൾ ആ മഹാൻ പറഞ്ഞത്ര കിട്ടാൻ ചാൻസ് ഇല്ല. അതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ തൃപ്തിപ്പെട്ടു. ജോർജ് ജോസഫ് വെള്ളരിക്കാപട്ടണമാണോ? ഇയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. ഇയാൾ എങ്ങനെ പോലീസിലെ നമ്മളൊരു കാര്യം ഞാൻ എക്കോ വരുന്നുണ്ട് അപ്പോഴേ ഒരു കാര്യം ഞാൻ പറയാം. ഈ കേസിൻ്റെ അന്വേഷണം ഒരു അപ്പീൽ കൊടുത്താൽ നേരത്തെ CR നീലകണ്ഠനൊക്കെ അറിയാം. കാരണം അദ്ദേഹം മധുവിൻ്റെ കേസിലും അതുപോലെ വാളയാർ കേസിനകത്തൊക്കെ ഞാനുമായിട്ടൊക്കെ ഒത്തിരി സംസാരിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള എവിഡൻസ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി ഒരു അപ്പീൽ പോയാൽ അതിനകത്ത് യാതൊരു സ്കോപ്പും ഇല്ല ഹൈക്കോടതി പോയാൽ. പക്ഷേ പ്രതിയുടെ വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഇയാളല്ല കുറ്റം ചെയ്ത് വേറെ ആളാണ്, അതുകൊണ്ട് ഇതൊരു റീഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് അവർ ഹൈക്കോടതി പോകുമെന്ന് പറഞ്ഞ നല്ല കാര്യം. ഇതിനകത്ത് ഈ അമ്മയുടെ പ്രയർ ഹൈക്കോടതി പോയിട്ട് ഇതിനകത്തൊരു റീഇൻവെസ്റ്റിഗേഷൻ അല്ല, ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ. കാരണം അമ്മയുടെ മൊഴി ഇപ്പോൾ ഞാൻ കേട്ടു, അത് മതിയിലോ 50% എത്തിക്കഴിഞ്ഞു. ആ സാഹചര്യം മുഴുവൻ പറഞ്ഞു, അവനെ കളവായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞു, അമ്മ പണിക്ക് പോകുമ്പോൾ അവൻ അവിടെ ഇരിക്കുന്ന കാര്യം പറഞ്ഞു. കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് അവിടുന്ന് മുട്ടായി വാങ്ങിച്ച് കുട്ടിക്ക് കൊടുത്തുകൊണ്ട് എന്താണ് ഇത് തന്നെ ഒരു 50% എത്തിക്കഴിഞ്ഞല്ലോ അവനെ ശിക്ഷിക്കാനുള്ള കാര്യങ്ങൾ. ആ ഓറൽ എവിഡൻസ് അത് തന്നെയല്ല. ഇതിനകത്ത് ഫിംഗർ പ്രിൻ്റ് എടുക്കേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു വിൻഡോ തുറന്നു കിടപ്പുണ്ടായിരുന്നു. ആ തടി പോളിഷ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കിട്ടിപ്പോയേനെ. അതിനേതായാലും അറ്റംപ്റ്റ് ചെയ്തു. ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് വരണമല്ലോ, വന്നിട്ട് വേണ്ട ഇത് ചെയ്യാൻ. അല്ലാതെ വല്ലവരും പറയുന്നത് കേട്ടോ. ഇയാൾക്ക് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ബാലപാഠം പോലും അറിയാത്തൊരു ഉദ്യോഗസ്ഥനാണ്. അത് തന്നെയല്ല, ഇതിനകത്ത് ശിക്ഷിക്കേണ്ടത് DYSP SP ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പോക്സോ കേസ് അന്വേഷിക്കേണ്ട ആരാണ്? അത് ചെയ്തില്ല. സൂപ്പർവൈസറി ലാപ്സസ് അല്ലേ SP ഭാഗത്തുണ്ടായേ, അവരെയാണ് ശിക്ഷിക്കേണ്ടത്. കാരണം കേരളത്തിൽ അത് നടപ്പാക്കുന്നില്ല ഇതുവരെ ആരും. ഇങ്ങനെയുള്ള കേസിനകത്ത് കൃത്യമായ SP-യും ആ DYSP-യും ശിക്ഷിക്കണം, യാതൊരു സംശയവും. ജോസഫ് ഇവിടെ കോടതി പറയുന്നു കോടതി പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. ഇയാളെ സർവീസിൽ നിന്ന് പുറത്തേക്ക് ആനയിക്കാൻ ആ ഒരൊറ്റ കണ്ടെത്തൽ പോരെ? മാത്രമല്ല ഈ കേസിൽ ഇത് കൊന്നതാണ്, ഇത് ബലാത്സംഗം ചെയ്ത് കൊന്നതാണെന്ന് കോടതി പറയുന്നു. അതിലേക്ക് തെളിവെത്തുന്നില്ല എന്ന് പറയുമ്പോൾ തെളിവ് കണ്ടെത്താത്ത പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്തേക്കാക്കാൻ മതിയായ കാരണം അവിടെ തന്നെ ആയില്ലേ? അതിലേക്ക് സർക്കാർ അടിയന്തരമായി ആക്ട് ചെയ്യുകയല്ലേ ഈ അമ്മയോട് അല്പമെങ്കിലും ആത്മാർത്ഥ സർക്കാരിനുണ്ടെങ്കിൽ ചെയ്യേണ്ടത്? ജോർജ് ജോസഫ് തീർച്ചയായിട്ടും നീതി നടപ്പാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. കാരണം അത് തന്നെയല്ല, ആ കോടതി ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതിനകത്ത്. കാരണം അതൊക്കെ എവിഡൻസിലോട്ട് ഇനി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കഴിഞ്ഞാൽ അമ്മ കണ്ട പോലെ തന്നെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും വീട്ടിൽ നിന്ന് പോകുന്നതും തീർച്ചയായിട്ടും കണ്ടവരുണ്ടാവും. അതിനൊക്കെ ധൈര്യം കൊടുത്തെങ്കിൽ മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ സാക്ഷികൾ കോടതി പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീഇൻവെസ്റ്റിഗേഷൻ അല്ല, ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ അമ്മയുടെ പ്രയർ ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതിക്ക് അതിന് അവകാശമുണ്ട്. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും അത് അന്വേഷണം നടത്താനുള്ള അധികാരം നമ്മൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ എങ്ങും പറയുന്നില്ല. അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു ആ കേസ്, പിന്നെ അതിന് അപ്പീലേ ഉള്ളൂ. പക്ഷേ ഹൈക്കോടതിക്കുള്ള ഇൻഹറൻറ്റ് പവേഴ്സ് ഉപയോഗിച്ചിട്ട് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ അനലൈസ് ചെയ്ത ഒരു പ്രയർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഹൈക്കോടതി ഒരു റീഇൻവെസ്റ്റിഗേഷൻ അല്ല, ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് നീതി കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ കിട്ടൂല. മധുവിൻ്റെ കേസിൽ നമ്മൾ കാണുന്നുണ്ട്, ആ വാളയാർ കേസിനകത്ത് കാണുന്നുണ്ട്. ധന്യാരാമൻ അതറിയാം, അതുപോലെ തന്നെ CR നീലകണ്ഠൻ, അതൊക്കെ അതിൻ്റെ പുറകെ നടന്നവരാണ് അവർ രണ്ടുപേരും. അപ്പോൾ അവർക്കൊക്കെ എന്തുമാത്രമാണ് എവിഡൻസിൻ്റെ വാല്യൂ എന്ന് നമ്മളെക്കാട്ടിലും കൂടുതൽ അവർ പഠിച്ചു വച്ചിരിക്കുകയാണ്. അത് തന്നെയല്ല അമ്മ ചില കാര്യങ്ങൾ പറയുന്നത്, അവർക്ക് നിയമത്തെപ്പറ്റി യാതൊന്നും അറിയാത്തതിലും അവൻ കുറ്റം സമ്മതിച്ചു, അവൻ അവിടെ ഇരിക്കുന്ന കണ്ട്, അതൊക്കെ വലിയ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലേ? അവർ പണിക്ക് പോകുന്ന നേരത്ത് 12:30 വരെ ജീവനോടെ ഇരിക്കുന്ന കുട്ടി, ട്യൂഷന് പോയിട്ട് തിരിച്ചു വന്ന കുട്ടി 3:30 4 ഇടയ്ക്കാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അമ്മ വരുമ്പോൾ കുട്ടിയെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. പോലീസ് അത് സീൽ ചെയ്യേണ്ടതായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ, ആദ്യത്തെ ദിവസം തന്നെ സീൽ ചെയ്ത് അവിടെ പോലീസുകാരെ പോസ്റ്റ് ചെയ്യണം. കാരണം എത്ര സെൻസേഷനായ കേസാണ്. ഒരു 6 വയസ്സ് 12 14 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് ആ ഒരു കൊച്ചുണ്ടായി അവർക്ക്. അത് നമ്മൾ മറക്കരുത്. കാരണം അവരുടെ ദുഃഖവും പ്രയാസമൊക്കെ ഒരു അമ്മയുടെ എന്താണെന്ന് എത്രയോ വർഷം കാത്തിരുന്നിട്ടാണ് ആ കൊച്ചിനെ ഒന്ന് തലോചിക്കാൻ പറ്റിയത് അവർക്ക്. അതൊക്കെ നമ്മൾ മറന്നു പോരുത്. ഇത്ര മനുഷ്യത്വമില്ലാത്ത കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുറന്നു പറഞ്ഞാൽ എൻ്റെ അടുത്ത് പല ആൾക്കാർക്കും വെറുപ്പാണ്.
ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ സ്വാധീനിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നു. മനുഷ്യത്വം ഇല്ലാത്തതൊന്നുമല്ല സാർ, മനുഷ്യത്വം വരും. ഒരു സത്യക്കേട് എപ്പോഴാണ് മനുഷ്യത്വം വരിക? ആരെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്, ആരെങ്കിലും അതിന്റെ പിന്നാലെയുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ പ്രഷറുണ്ട് എന്ന് വന്നാൽ ഈ പറയുന്ന മനുഷ്യത്വമൊക്കെ ഉണരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാവം അമ്മമാരുടെ അവസ്ഥയാണെങ്കിൽ അധോഗതിയാണ്.